ഇന്ന് സെപ്റ്റംബർ 28 അപ്പോൾ കലണ്ടർ നോക്കിയപ്പോൾ ആയില്യം നക്ഷത്രമാണല്ലോ. അപ്പം ഞാനും ചേട്ടനും കൂടി ഒന്ന് മണ്ണാർശാലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ആയില്യം പ്രധാനമാണ്. അപ്പം ഞങ്ങളുടെ പഴയ ഒരു നെയ്ബേഴ്സും കൂടി വരാമെന്ന് പറഞ്ഞു. അവരുടെ പേര് ഭാരതി ചേച്ചിയും പ്രകാശ് ചേട്ടൻ. അവരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നതാണേ. അപ്പം അവരെയും കൊണ്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഈ ബ്ലോക്ക് ഒക്കെ ഓർത്തിട്ട് ഞങ്ങൾ വൈക്കം വഴിയാണ് പോയത്. അപ്പോൾ ഒരുവിധം എളുപ്പത്തിൽ ഞങ്ങൾ അമ്പലനടയിൽ എത്തിച്ചേർന്നു. അപ്പോഴത്തേക്കും മറ്റേ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിതേ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ അമ്പലം ലക്ഷ്യമാക്കി ചേട്ടൻ്റെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല. കാരണം അവിടെ അമ്പലത്തിൻ്റെ പണി നടക്കേണ്ട, അതുപോലെ സർപ്പത്തിൻ്റെ ഇടം അവർ എടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊഴുത് ഇറങ്ങി പോന്നു. ഇറങ്ങിയപ്പോൾ കയറിയപ്പോഴുള്ള ക്ഷീണം ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം വളരെ എന്താ പറയുക, ഒരു പ്രത്യേക ഹെൽത്ത് കിട്ടിയ പോലെ ആയിപ്പോയി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. നാഗരാജൻ്റെ അനുഗ്രഹമായിരിക്കും. ചായക്കടയൊക്കെ കണ്ടു. ഒരു ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചായ കുടിക്കാനൊക്കെ നിന്നു. പഴംപൊരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴംപൊരി ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഞങ്ങൾ 4 ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്ത് അവിടുത്തെ ചേച്ചിയുടെ പേര് എന്താ, രമണി ചേച്ചിയാണ്. രമണി ചേച്ചി ഇറങ്ങി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു കുടുംബം പോലെയായി. പിന്നെ ഞങ്ങൾ അവരുടെ യാത്ര പറഞ്ഞ് ഇനി വരുമ്പോഴും വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്കും വളരെ ഹാപ്പിയായി. ചേച്ചി പുറത്തേക്ക് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ പിരിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതേ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ട് ചേട്ടനാണ് ഓടിച്ചത്. എന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. എക്സ്പോർട്ടൊന്നും അല്ല, എന്നാലും വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് അങ്ങനെ ബൈപ്പാസ് വഴി വരികയാണ് ഞങ്ങൾ. ബൈപ്പാസിൽ വഴിയാണ് വഴി നല്ലതെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം. അതിലേക്കൂടി ദൂരമാണെന്നാലും അതിലേക്കൂടി നോക്കുമ്പോഴത്തേക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ഭയങ്കര ചൂടാണേ. അത് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി. ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ഒരു ഹോട്ടൽ കണ്ടു. ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അയ്യോ ഒരു KSRTC വന്നു, കണ്ടില്ലായിരുന്നു. നേരെ ഹോട്ടലിലേക്ക് കയറി. ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. മീൽസ് ഒരു പെട്ടെന്ന് തന്നെ കൊണ്ട് തന്നു. കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഏതാ ഹോട്ടലൊന്നും നമ്മൾ നോക്കിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈവേ വഴി ബൈപ്പാസ് വഴി പോരാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തു. അവിടെ വഴി ഭയങ്കര ലാഗായിരുന്നു കേട്ടോ. റോഡ് പണിയുടെ കിടക്കൊണ്ട് ലാഗായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനെയും വീട്ടിലിറക്കി. അവരുടെ വീട് തൃപ്പൂണിത്തുറയാണ്. അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി.